ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഈദ് ഷോപ്പിംഗ് ബ്ലോഗുമായിട്ടാണ്. അങ്ങനെ ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് മാസ് കളക്ഷനിൽ നിന്നാണ്. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ഉളിയത്തടുക്കയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ മാസ് കളക്ഷൻ എത്തി ഗായ്സ്. അങ്ങനെ നമ്മൾ അകത്ത് കയറി ഗായ്സ്. ഇവിടെ കിഡ്സിൻ്റെ മാത്രമല്ല ലേഡീസിൻ്റെയും കളക്ഷൻസ് അവൈലബിൾ ആണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഗായ്സ്. കിഡ്സിൻ്റെതാവട്ടെ ലേഡീസിൻ്റെതായാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. കയറിയ പാടെ സന അവിടെയുള്ളൊരു ചെയർ എടുത്തിരുന്നു ഗായ്സ്. അങ്ങനെ അവളുടെ കാര്യം ഓക്കെ ആക്കി ഞാൻ നേരെ കിഡ്സ് സെക്ഷനിലോട്ട് വന്നു ഗായ്സ്. നമ്മളങ്ങനെ അസ്വയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് വെസ്റ്റേൺ വെയറാണ്. അങ്ങനെ വെസ്റ്റേൺ വെയർസിലാണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഏത് വാങ്ങണമെന്നായിരുന്നു പിന്നീടുള്ള കൺഫ്യൂഷൻ. ഈ ഒരു ചെറിയ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണ് എന്നെ അട്രാക്ട് ചെയ്തത്. എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ നമുക്കിതൊന്ന് അസ്വയ്ക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഈ ഒരു ഔട്ട്ഫിറ്റിന് കോംബോ ആയിട്ട് വരുന്നത് ഒരു വൈറ്റ് കളർ ഫുൾ സ്ലീവ്ഡ് ഇന്നറാണ് ഗൈസ്. जीने का जुनून तू सहारा मेरा तुम तो दरअसल ख्वाब की बात हो मर के भी पास रहूंगा. ഈ ഒരു ടോപ്പിന് പേഡായിട്ട് വരുന്നത് ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഡെനിം പാൻറ്റാണ്. എങ്ങനെയുണ്ട് ഗായ്സ് ഈ ഡ്രസ്സ്? അങ്ങനെ നമ്മൾ അവൾക്ക് വേറെ ഡ്രസ്സും കൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്ത് രസമല്ലേ ഈ ഡ്രസ്സൊക്കെ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട് ഗായ്സ്. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം അവൾക്ക് ഇട്ട് നോക്കണമെന്നുണ്ട്. പക്ഷെ നമുക്കങ്ങനെ എല്ലാം ഇട്ട് നോക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില ഡ്രസ്സ് മാത്രമേ ഇട്ട് നോക്കിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ വേറൊരു ഡ്രസ്സ് ഇട്ട് നോക്കിയാലോ? ഇതാണ് ഗായ്സ് നമ്മൾ അടുത്തതായി അവൾക്ക് ഇട്ട് നോക്കിയ ഡ്രസ്സ്. ഇത് വരുന്നത് ഒരു സീബ്ര ലൈൻസിലുള്ള ഒരു ബ്ലാക്ക് ഫുൾ സ്ലീവ്ഡ് ഇന്നേഴ്സ്. അതിൻ്റെ മേലോട്ട് ഒരു ഡെനിം ഗ്രീൻ കളർ ഓവർകോട്ട് വിത്ത് പേഡായിട്ടുള്ള ഒരു വൈറ്റ് പാൻറ്റാണ്. നെക്സ്റ്റ് നമ്മൾ അവൾക്ക് വേണ്ടി ട്രൈ ചെയ്തത് ഈ ഡ്രസ്സാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അസ്വയ്ക്ക് സെലക്ട് ചെയ്ത ഡ്രസ്സ് ഏതാണെന്ന് ഗസ് ചെയ്യാമോ? നെക്സ്റ്റ് നമ്മൾ സനയ്ക്ക് വേണ്ടി ഡ്രസ്സ് നോക്കിയാലോ? സനയ്ക്ക് ഡ്രസ്സ് ഇട്ട് നോക്കുന്നത് അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. കാരണം അത്ര പാടുണ്ട് അവളെ ഡ്രസ്സ് ഇടിക്കാനും അതുപോലെ തന്നെ ഇട്ട ഡ്രസ്സ് അത് അയപ്പിക്കാനും അത്ര പണിയുണ്ട്. അവൾ ഒരു രക്ഷയില്ല ഗായ്സ്. അങ്ങനെ നമ്മുടെ സനക്കുട്ടി ആ ഡ്രസ്സ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. അവളാണെങ്കിൽ വേറൊരു ഡ്രസ്സ് ഇടാൻ പോലും സമ്മതിക്കുന്നില്ല. അങ്ങനെ അവസാനം നമ്മൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു ഗൈസ്. നമ്മൾ ഏത് ഡ്രസ്സാണ് ചൂസ് ചെയ്തതെന്ന് കാണണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അങ്ങനെ ഈവനിങ് ടൈം ആയതുകൊണ്ട് നമ്മൾ നേരെ പോയത് UK ഫുഡ് ലാൻഡിലോട്ടാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മാസ് കളക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗൈസ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് കോർണറിലായിട്ട് ഇവരൊരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സനക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ് ഗായ്സ്. അസ്വയാണെങ്കിലോ നമ്മൾ എപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ വന്നാലും അവൾക്ക് ഈ പാർക്കിൽ കയറി കളിക്കാൻ ഭയങ്കര ക്രേസിയാണ്. അവൾ ഫുഡ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ പാർക്കിലിരുന്ന് കളിക്കലാണ് അവളുടെ പരിപാടി. നമ്മുടെ സനക്കുട്ടിയാണെങ്കിലോ ഇതിൽ മിണ്ടാണ്ട് കുറേ നേരം ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. അങ്ങനെ അവൾ കുറേ നേരം അതിൽ മിണ്ടാണ്ടിരുന്ന് ആടുന്നുണ്ടായിരുന്നു.
അങ്ങനെ നമ്മുടെ അസുകുട്ടിക്കാണെങ്കിലും സ്ലൈഡിൽ കളിക്കാനാണ് കൂടുതലിഷ്ടം. അവളങ്ങനെ കുറേ നേരം കളിച്ചു ഗൈസ്. അതിനുശേഷം അവൾ സനക്കുട്ടിയെ ആട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഹാപ്പിയായി ഗൈസ്. അങ്ങനെ നമ്മുടെ അസുകുട്ടി വീണ്ടും കയറി സ്ലൈഡിൽ കളിച്ചു. അവളെ എത്ര വിളിച്ചിട്ടും അവൾ വരുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ അവിടുന്ന് അസുവയുടെ ഫേവറേറ്റായ ഷവർമ മേടിച്ചു ഗൈസ്. എവിടെ പാർക്കിൽ പോയാലും അസുകുട്ടിക്ക് ആ സമയത്ത് വിശപ്പ് എന്താണെന്ന് പോലും അറിയില്ല. കാരണം അവൾ കളിയുടെ തിരക്കിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ അവളെ കുറേ സമയം വെയിറ്റ് ചെയ്തു ഗൈസ്. അങ്ങനെ നമ്മൾ അവളെ കുറേ നിർബന്ധിച്ചതിന് ശേഷം അവൾ വന്ന് ഒരു കഷ്ണം അങ്ങോട്ട് കഴിച്ചു. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗായ്സ്. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ.